തൃശ്ശൂർ മഹാസഭ എന്ന് പറയുന്ന ഈ സമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഒന്ന് രണ്ട് പ്രമേയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വായിക്കും. അതിന് സാജുമണിയെ ക്ഷണിക്കും. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭ സാംസ്കാരിക വ്യക്തിത്വങ്ങളെ, ബ്രഹ്മാനന്ദ ശിവയോഗി സ്മൃതി തൃശ്ശൂർ മഹാസഭയിൽ അവതരിപ്പിക്കുന്ന 2-3 പ്രമേയങ്ങൾ വായിക്കുകയാണ്. ഒന്ന്, നവോത്ഥാനാശയങ്ങൾ പിന്നോക്കം പോകുന്ന സാഹചര്യത്തിൽ അവയെ തിരിച്ചു കൊണ്ടുവരുവാൻ കേരള സർക്കാർ നവോത്ഥാന മിഷൻ ആരംഭിക്കുക. പ്രമേയം 2, 14 ജില്ലകളിലും നവോത്ഥാന നായകരുടെ പേരിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ പ്രാതസ്മരണീയനായ ബ്രഹ്മാനന്ദ ശിവയോഗിയെ വിസ്മരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകമെന്ന നിലയിൽ കൊല്ലങ്കോട് പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക. 3, ജാതിമത ചിഹ്നങ്ങളെയും ദൈവത്തെയും വ്യാപാരവൽക്കരിക്കുന്ന ശൈലിയും പരസ്യവും നിരുത്സാഹപ്പെടുത്തുക. ഇത്രയുമാണ് പ്രമേയം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമ്മേളനം രാവിലെ 10:15 ആരംഭിക്കുന്നതിനോട് തീരുമാനിക്കുകയും കൃത്യം 10:30 അതാണ് പറയുന്നത് ആരംഭിക്കുകയും ഏതാണ്ട് 125ഓളം ആളുകൾ രാവിലെ മുതൽ നമ്മൾ ഈ വിഷയത്തെ ഗൗരവമായി ഒട്ടേറെ ജോലി തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് അത് സജീവമായി പങ്കാളിത്തമാണ്. 3 മണിക്ക് ശേഷമാണ് പലരും ഇവിടുന്ന് പോയത്. അത് സ്വാഭാവികമാണ്. അത്രയും ഗൗരവമായ ചില വിഷയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇതിൻ്റെ തുടർച്ച ഇനി ഉണ്ടാവും. ഇവിടെ അവതരിപ്പിച്ച പ്രമേയം നമ്മൾ ഉടനെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് കൈയടിച്ച് നമ്മൾ പാസ്സാക്കണം എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, ഒരു രാവിലെ മുതൽ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച, കൊല്ലങ്കോട് യോഗത്തിൻ്റെ തുടർച്ചയാണ് തൃശ്ശൂർ മഹാസഭ. തൃശ്ശൂർ മഹാസഭയുടെ ഒരു വിപുലീകരിച്ച രൂപമാണ് പാലക്കാട് ചേരുന്ന ജയന്തി ആഘോഷം. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച 10-30ഓളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുത്ത് ഒരു 2 ദിവസത്തെ ശില്പശാല ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അത് ഇവിടെ ഭാവി പ്രവർത്തനത്തിൽ പറഞ്ഞു. അതുപോലെ ജില്ലകളിൽ മുഴുവൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങളിൽ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, ഇപ്പം നടന്നു കഴിഞ്ഞു. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ഈ സമ്മേളനം നൽകുന്ന ഊർജം അതിന് നമുക്ക് സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ഈ പൊതു ഗ്രൂപ്പിലേക്ക്, പൊതു വേദിയിലേക്ക് എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവരെയും സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും നന്ദി പറയാൻ എന്നുള്ളതാണ് അടുത്ത കടമ. അതോടുകൂടി സമ്മേളനം അവസാനിക്കും. അതിന് നമ്മുടെ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ VK നാരായണൻ അദ്ദേഹം നന്ദി പറയും. എല്ലാവർക്കും നമസ്കാരം. രാവിലെ മുതൽ ക്ഷമയോടെ ഞങ്ങളെ ശ്രമിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ആദ്യം മനോജയ ഏവ മഹാജയ ആനന്ദ മതമേവ സഹജം അഹിംസൈവ പരമോ ധർമ്മ അജ്ഞാന ദുഃഖായൈവ യജ്ഞാതികർമ്മ. ഇതാണ് ശിവയോഗി പറഞ്ഞ ആദർശത്തിൻ്റെ രത്നചുരുക്കം. എല്ലാ പുസ്തകങ്ങളിലെയും തുടക്കത്തിൽ ഈ 4 വരി കാണാവുന്നതാണ്.
നന്ദി പറയുക എന്നുള്ള ചുമതലയാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നു. അധ്യക്ഷൻ CP കാർത്തികേയൻ അവർക്ക് എൻ്റെ പേരിലും നിങ്ങളുടെ ഈ സമിതിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം സമിതിയിൽ തന്നെ ഉൾപ്പെട്ട ആളാണ്. നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഔപചാരികതയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. S. രമണൻ സ്വാഗതം പറഞ്ഞ രമണന് നന്ദി. ഉദ്ഘാടനം ചെയ്ത ധർമ്മരാജ് അഴകട്ട്, പ്രഭാഷകന്മാരായ VK സുരേഷ് ബാബു, MS നായർ, ആശംസകരായ TK ശശിധരൻ, MN വിനയകുമാർ, രാജേഷ് ചേക്കോട്, ആദരിക്കപ്പെട്ടവരായ VT വാസുദേവൻ, അഭയം കൃഷ്ണൻ, ദിനുവച്ചപുരം സുകുമാരൻ, CK വേലായുധം മാഷ്, ഇവർക്കെല്ലാം ആത്മാർത്ഥമായി എൻ്റെ പേരിലും ഈ സമിതിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിൽ ദിനുവച്ചപുരം സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയും ഞാനും കൂടി ഒരുപാട് വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് പ്രസിദ്ധീകരിച്ച അതിൻ്റെ പുറകെ നടന്നത് അതിന് പലച്ചരവും ബുദ്ധിമുട്ടും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ നന്ദിയുണ്ട്. സ്ത്രീ മുന്നേറ്റ സെമിനാറിൽ പങ്കെടുത്ത ഡോക്ടർ ജയനിഷ, ഡോക്ടർ ഉഷാദേവി, ഡോക്ടർ സുജയ VN, ഡോക്ടർ CK രത്നകുമാരി, ഇതിൽ ആദ്യം പറഞ്ഞ 3 പേരും ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗിയുടെ പേരിൽ PhD എടുത്ത 3 സ്ത്രീരത്നങ്ങളാണ്. അടുത്തതായി ജാനകി ആൻഡ് ഷൈനി. ജാനകി എൻ്റെ ഭാര്യ തന്നെയാണ്. ഷൈനി നന്ദി പറഞ്ഞ സ്ത്രീ മുന്നേറ്റ സെമിനാറിൽ നന്ദി പറഞ്ഞ വ്യക്തിയാണ്. അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രവർത്തന രേഖ മോഡറേറ്ററായ KS ഹരിഹരൻ, പ്രഭാകരൻ പഴശ്ശി എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത ശ്രീ NP ചെക്കുട്ടി, രാജഗോപാൽ വാകത്താനം, സുദർശൻ കുന്നത്തുകാവ്, PV ഗോപിനാഥ് എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അത് ഏറ്റുവാങ്ങിയ PU സുരേന്ദ്രൻ, വേലായുധം മാഷ് എന്നിവരാണ് ഏറ്റുവാങ്ങിയത്. ഡോക്ടർ അഡാട്ട്, അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ജോൺ ജോബി സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രമേയം അവതരിപ്പിച്ച ഷാജിമണി വയനാട്, അദ്ദേഹത്തിനും എൻ്റെ പേരിലും ഈ സമിതിയുടെ പേരിലും ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. നമ്മുടെ സമ്മേളനം അവസാനിക്കുകയാണ്. ഇവിടെ ഇതിന് പ്രധാനപ്പെട്ട കാതലായ ഭാഗം ശ്രീ പ്രഭാകരൻ പഴശ്ശി അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഭാവി പ്രവർത്തനമാണ്. ആ ഭാവി പ്രവർത്തനം നമ്മുടെ മേഖലയിൽ എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചു ഇതിൻ്റെ അതാത് സമയത്ത് നൽകുന്ന വിവരങ്ങൾ ഇതിൻ്റെ ഒരു സമ്പൂർണ്ണ രേഖ, ഈ സമ്മേളനത്തിൻ്റെ പ്രസംഗങ്ങളും ഇതിൻ്റെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും അടക്കം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ രേഖ നമ്മൾ പ്രസിദ്ധീകരിക്കും. അതിവിടെ ഫോൺ നമ്പർ തന്നിട്ടുള്ള എല്ലാവരെയും വിളിച്ച് അവർക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഈ സമ്മേളന നടപടികൾ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവസാനിച്ചതായി അറിയിക്കുന്നു. പറയാം ശക്തി അതല്ലോ പിരിയാതെങ്ങും നിറഞ്ഞു വാഴുന്നു. ജ്ഞാനക്കടലേതൊന്നോ നാനാ സൃഷ്ടിക്കു മൂലമേതൊന്നോ നൂനമതല്ലോ ശക്തി, ഞാൻ അതിനെ താൻ ഭജിച്ചുകൊള്ളുന്നു. സൂത്രേ മണികൾ കണക്കെ കോർത്തീ ലോകം കിടപ്പതേതൊന്നിൽ, പാർത്താൽ ശക്തി അതല്ലോ പാർത്തോനാരുള്ളൂ.